ഇപ്പൊ ഇത്രയൊക്കെ ഉള്ളു മോനെ. പഴയ കാലത്തൊക്കെ കുഞ്ഞിയുടെ മോന് ഇത് തന്നെ വലിയ സദ്യ അമ്മേ. അതൊക്കെ പണ്ട്. ഇപ്പൊ നീ വലിയ പ്രഭുവല്ലേ. ഞാൻ ഇപ്പോഴും പഴയ ശംഭു തന്നെ. അന്ന് ഞാനും നിന്റെ കൂടെ വന്നിരുന്നെങ്കിൽ. ഓരോരുത്തർക്ക് ഓരോന്ന് വിധിച്ചിട്ടുണ്ട് മോനെ. വെറുതെ എന്തിനാ വിധിയെ പഠിക്കുന്നത്? അച്ഛൻ ഭാഗവതരായിരുന്നു. അതുകൊണ്ട് 4 ലക്ഷം പഠിക്കുന്നതിന് പകരം സംഗീതം പഠിപ്പിച്ചു. അച്ഛൻ മരിച്ചപ്പോൾ വച്ചിട്ട് പോയ ആ തമ്പുര് മാത്രം ഇന്ന് ബാക്കിയുണ്ട്. അത് വിറ്റാൽ ഒരു നേരത്തെ ആഹാരത്തിനുള്ള വക പോലും കിട്ടില്ല. അതിനെന്താ, ദൈവാനുഗ്രഹം കൊണ്ട് ഒക്കെ നല്ലൊരു ശബ്ദം കിട്ടിയിട്ടുണ്ടല്ലോ. പണ്ടത്തെ പോലെ കച്ചേരിയോടുള്ള കമ്പൊന്നും ഇന്ന് ആർക്കും ഇല്ല. പിന്നെ പാടാൻ അറിയാമെങ്കിൽ വല്ല കുളക്കടവിലോ പാടത്തോ പോയി പാടിയിട്ടുണ്ട കാര്യം. നീ വിഷമിക്കാതെ, നീ എന്റെ കൂടെ വാ. നിന്നെ ഞാൻ ഒരു വലിയ പാട്ടുകാരനാക്കും. ഈ വീടിനുള്ള കടപ്പാടുകൾ എനിക്ക് മറക്കാനാവില്ല. കുറച്ചുകൂടി ചോറ് വിളമ്പട്ടെ മോനെ? വേണ്ടമേ, വയറ് ഡമ്മായി. ഇവരാണ് ജപ്തി നോട്ടീസ് അയച്ചിരിക്കുന്നത്. 3 ദിവസത്തിനകം പണം കൊടുത്തില്ലെങ്കിൽ അപ്പം തിരുമേനിയെ തറവാട്ടി നിറക്കി വിടും. എല്ലാം കൂടെ കടം എന്ത് വരും? 30,000 രൂപ ഇപ്പൊ കൊടുത്താൽ തൽക്കാലം രക്ഷപ്പെടാം. ഈ രാമൻ നായര് അവിടുത്തെ കഷ്ടപ്പാട് കണ്ടപ്പോ കിട്ടുന്ന വിലയ്ക്ക് തറവാട് വിറ്റ് കാര്യം നടത്താൻ ഞാൻ തിരുമേനിയെ സമ്മതിപ്പിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യാനാ, തൊട്ടും തീണ്ടിയും ജീവിച്ചിട്ടില്ലാത്തവരാ. അതൊക്കെ പണ്ടല്ലേ രാമൻ നായരെ. ആന മെലിഞ്ഞാലും തൊഴുത്തി കെട്ടാൻ പറ്റുമോ? ഇതാ 30,000 രൂപയുണ്ട്. ബാക്കി ഞാൻ വീട് കണ്ടിട്ട് പറയാം. എനിക്കും കാര്യമായിട്ടെങ്കിലും തരണം. വൈകിട്ട് അവിടെ വരുമ്പം രാമനാർ കാര്യമായിട്ട് എന്തെങ്കിലും തരാം. അവിടെ കാണണം. കാര്യമായിട്ട് തരുന്ന അറിയാം, എന്നാലും ഒന്ന് ഓർമ്മിച്ചേ ഉള്ളൂ. ഞാൻ വരട്ടെ. പണ്ട് ചെയ്തതിന്റെ ഒക്കെ ഫലം ഇപ്പൊ അനുഭവിക്കുക. പ്രതീക്ഷിച്ചു നിൽക്കുകയായിരുന്നു. തിരുമേനി അകത്തുണ്ട്. തൊട്ടും തീണ്ടിയും ജീവിച്ചിട്ടില്ലാത്തവരാകുമ്പം ആരും ഈ ഉമ്മറത്ത് ചെരുപ്പിട്ട് കയറിയിട്ടുണ്ടാവില്ല അല്ലേ? ഞാനിപ്പോഴും കയറാറില്ല. ഈ കസേരയിൽ ഇരുന്നായിരിക്കും പ്രജകളെ ശിക്ഷിക്കാനുള്ള കൽപ്പന പുറപ്പെടുവിച്ചിരുന്നല്ലേ? എന്നാൽ ഇന്ന് ഈ കസേരയിൽ ഞാനിരിക്കുന്നു. തനിക്ക് എന്നെ മനസ്സിലായോ? ഇല്ല. ശരി, പറഞ്ഞുതരാം. തനിക്ക് വാ. തനിക്ക് എന്നെ അറിയില്ല അല്ലടാ പട്ടി. 15 വർഷം മുമ്പ് ഈരത്ത് താൻ അടിച്ചു വീഴ്ത്തിയ പിന്നീട് ചുട്ടുവന്ന കുഞ്ഞെന്ന സ്ത്രീ തനിക്ക് ഓർമ്മയുണ്ടോ? അന്ന് എന്റെ കാല് പിടിച്ച് എന്നെ തല്ലല്ലെന്ന് പറഞ്ഞോ ആ സ്ത്രീയുടെ മകനെ ഓർമ്മയുണ്ടോ? ശംഭു, ഞാനോടാ ഒരു മകൻ. അന്ന് എന്റെ കുടിലിൽ കിടന്ന് എന്റെ അമ്മ കത്തിച്ചാരാവെന്ന് കണ്ട് നീയും നിന്റെ തിരുമേനിയും തട്ടഹസിച്ചു. ഇന്ന് രാത്രി ഈ വീട് കത്തിക്കാളുന്ന കണ്ട് ഞാൻ അട്ടഹസിച്ചിരിക്കും. മോനെ, തന്തയില്ലാത്തവനെന്ന് പണ്ട് നിങ്ങൾ എന്നെ വിളിച്ചുകൊണ്ട് ഇപ്പൊ നിങ്ങൾ എന്നെ മോനെന്ന് വിളിക്കണ്ട. കുട്ടി, ഞാനെല്ലാം കേട്ടു. വേണ്ട, തൊടണ്ട. കീഴാതിയല്ലേ, തൊട്ടാ കുളിക്കേണ്ടി വരും. ശവത്തി കുത്തരുത് കുട്ടി. എനിക്ക് പണം വേണ്ട. ഈ തറവാട് നിന്റെയാണ്. നീ ഇത് കത്തിക്കേ എന്ത് വേണേ ചെയ്തോളൂ. പക്ഷെ ഈ മഹാഭാവിക്ക് ഒരു ഉപകാരം ചെയ്യണം. എന്നെ കൂടി ഇതിലിട്ട് നീ അതിന് തീ കൊളുത്തണം. പണ്ട് കുഞ്ഞിയെ ഞാൻ കൊന്നതുപോലെ ചെയ്യാമെന്ന് പറയൂ കുട്ടി. നീ ഇത് ചെയ്യില്ലാച്ചാൽ മരിച്ചാലും എന്റെ ആത്മാവിന് ശാന്തി ഉണ്ടാവില്ല. ശാന്തി ഉണ്ടാവില്ല, ഉണ്ടാവില്ല, ശാന്തി ഉണ്ടാവില്ല.
അമ്മ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. ഇവൻ എന്റെ കൂടെ അല്ലേ വരുന്നത്? ഇവൻ എന്നെ വിട്ട് പിരിഞ്ഞ് ഇതുവരെയും ജീവിച്ചിട്ടില്ല. ഇവന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും. പിന്നെ നിന്റെ കൂടെ ആയതുകൊണ്ട് എനിക്ക് സമാധാനമുണ്ട് പോലെ. ഞാൻ പോട്ടെ അമ്മേ. പോയിട്ട് വരാമെന്ന് പറ പോലെ. പോയിട്ട് വരാം. ഞങ്ങൾ വരട്ടെ അമ്മേ. ഇത് അമ്പലവും പള്ളിയൊന്നും അല്ല തൊട്ട് നമസ്കരിക്കാൻ. ചെരുപ്പല്ലായിട്ട് കയറിക്കോ. വാ. ഇതാണ് ശംഭു മഹാരാജാവിന്റെ കൊട്ടാരം. നീ വാ. ഞാൻ പുറത്തേക്ക് പോകുന്നു. തിരിച്ചു വരാൻ അല്പം വൈകും. നീ ഭക്ഷണം കഴിച്ച് നേരത്തെ കിടന്നു. നീ എവിടേക്കാ? അല്പം ബിസിനസ് ഉണ്ട്. രാത്രിയിലോ? നിന്റെ ഗ്രാമത്തിൽ നിനക്ക് ദിവസം തുടങ്ങുന്ന പകലാണ്. ഇവിടെ നഗരത്തിൽ എനിക്ക് ദിവസം തുടങ്ങുന്ന രാത്രിയിലാണ്. നിന്റെ ഉപമ എനിക്ക് മനസ്സിലാകുന്നില്ല. പതുക്കെ മനസ്സിലാവും. തൽക്കാലം ഗുഡ് നൈറ്റ്. നീ ഊണ് കഴിച്ചില്ലേ? നീ വരട്ടെന്ന് കരുതി. ഞാൻ വരുന്നത് വരെ കാത്തിരിക്കാൻ നീ ആരാ? എന്റെ ഭാര്യയോ? ഇതാരാ? ശാന്തി. നിങ്ങളോട് ചോദിച്ചില്ല? ഇതാണ് സ്ത്രീ. ആദത്തിന്റെ അവ, ആന്റണിയുടെ ക്ലിയോപാട്ര, ശംഭുവിന്റെ